പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചയിൽ വൻ പുരോഗതി. യുഎസ് സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ ഇറാൻ ഇന്ന് മറുപടി നൽകിയേക്കും. ഇറാൻ സഹകരിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അവസാനിപ്പിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. നല്ല രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നും ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. Now we're doing well. Now we have to get what we have to get. If we don't do that, we'll have to go a big step further. But with that being said, they want to make a deal. We've had very good talks over the last 24 hours, and it's very possible that we'll make a deal. Yeah, please. ഇതിനിടെ പുതിയ നടപടിക്രമങ്ങൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാമെന്ന് IRGC അറിയിച്ചു. എന്നാൽ ഇറാൻ തീരത്തേക്ക് പോയ ഓയിൽ ടാങ്കർ US ആക്രമിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അത് ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ ഒരു സമാധാന കരാർ നിലവിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? നേരത്തെ രണ്ട് കൂട്ടരും, അതായത് അമേരിക്കയും ഇറാനും ചർച്ചകളെ സംബന്ധിച്ച് യാതൊരുവിധ ഒത്തുതീർപ്പിനും തയ്യാറാകാതെ മുഖം തിരിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരു കൂട്ടരും ആദ്യഘട്ടത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അമേരിക്ക തങ്ങളുടെ ചില സമാധാന നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇറാൻ ഇപ്പോൾ നിലവിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളിലാണ്. ഇറാന്റെ ഉന്നതതല സമിതി അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരമുള്ളത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി ഈ വിഷയങ്ങൾ, അമേരിക്ക സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ തങ്ങളുടെ പരിഗണനയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കും എന്നാണ് വിവരമുള്ളത്. മധ്യസ്ഥരായിട്ടുള്ള പാകിസ്ഥാൻ മുഖേനയായിരിക്കും ഇറാൻ തങ്ങളുടെ തീരുമാനം അമേരിക്കയെ അറിയിക്കുന്നത്. US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സമയം കഴിഞ്ഞ ദിവസം വൈകിട്ട് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഇറാൻ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ഉടൻ തന്നെ അവസാനിപ്പിക്കുമെന്നാണ്. അതുപോലെ ഈയൊരു നടപടി ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു കരാറായി കഴിഞ്ഞാൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കുമായി തുറക്കും. പക്ഷേ മറിച്ചാണെങ്കിൽ ഇറാന് മേൽ മുൻപെങ്ങും ഇല്ലാത്ത വിധമുള്ള ആക്രമണങ്ങൾ നടത്തും എന്നൊരു ഭീഷണി കൂടി ട്രംപ് ഉയർത്തുന്നുണ്ട്. എന്തായാലും വിഷയത്തിലുള്ള തീരുമാനം ഇറാൻ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഈ ആണവ വിഷയം ഉൾപ്പെടെ ഒരു സന്ധിയിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള ആകാംക്ഷ എല്ലാവർക്കുമുണ്ട്. ഇതിനു മുൻപേ ആണവായുധം നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം ഇറാന് നൽകണം എന്നതാണ് ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യം. പക്ഷേ അമേരിക്ക ഇത് അംഗീകരിച്ചിട്ടില്ല. അമേരിക്ക ഇപ്പോഴും ആണവ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാൻ നിയന്ത്രണം എന്നുള്ള ഒരു കാര്യം കൂടി അമേരിക്ക തള്ളിക്കളയുന്നുണ്ട്. ഇപ്പോൾ IRGC അടക്കം ഈ ഹോർമുസ് കടലിടുക്കിലുള്ള നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. കപ്പലുകൾക്ക് മേഖലയിലൂടെ കൂടുതൽ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാം എന്നാണ് IRGC ഏറ്റവും അവസാനമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ ഉപരോധം ഇപ്പോഴും മേഖലയിൽ തുടരുന്നുണ്ട്. ഒരു ഇറാനിയൻ കൊടിയുള്ള കപ്പലിന് നേരെ അമേരിക്കയുടെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇറാനിയൻ കപ്പലായിട്ടുള്ള MT ഹസ്നയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇതൊരു ഓയിൽ ടാങ്കറാണ്. ഈ കപ്പൽ ഗൾഫ് ഓഫ് ഒമാൻ വഴി ഇറാനിയൻ തീരത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഈ കപ്പലിന് നേരെ ഈ ഒരു US-ന്റെ ഉപരോധം കാരണം അവർ നിരവധി തവണ ഈ കപ്പൽ നിർത്തണം എന്നുള്ള രീതിയിലുള്ള സന്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പക്ഷേ ഈ സന്ദേശങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ഇറാൻ തീരത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആക്രമണം നടത്തിയതെന്നാണ് US സെൻട്രൽ കമാൻഡ് പറയുന്നത്. ഈ കപ്പലിന്റെ എൻജിൻ റൂം കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടന്നത്. ഈ കപ്പലിന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, ഇതിന്റെ ഒരു എണ്ണ ചോർച്ചയുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. ഈ കപ്പൽ US-ന്റെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഈ കപ്പൽ ഇറാനിയൻ തീരത്ത് നിന്ന് പിന്മാറി എന്നാണ് US-ന്റെ സെൻട്രൽ കമാൻഡ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.